മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ബട്ടു കേവ്സിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കെ തമ്പുസാമി എന്ന ഇന്ത്യൻ തമിഴ് ട്രേഡർ ആണ് കേട്ടോ ഇതിനുള്ളിൽ ഇതുപോലുള്ള അമ്പലവും കാര്യങ്ങളൊക്കെ പണിയെടുത്ത മെയിൻ അട്രാക്ഷൻ ഈ ഒരു സ്റ്റാച്ചുവും പിന്നെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. 272 സ്റ്റെപ്പുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കോലാലംപൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മാറിയിട്ട് സലങ്കോർ സ്റ്റേറ്റിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. യൂട്യൂബിലുള്ള മറ്റ് വീഡിയോസിനും പിന്നെ പോരാത്തന്നെ വിക്കിപീഡിയ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞു തരുന്നത്. ബട്ടു എന്ന് പറഞ്ഞാൽ പാറ എന്നാട്ടോ അർത്ഥം വരുന്നത്. ബട്ടു ബഹാത് നദിയാണ് ഇതിന്റെ അടുത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴ എന്ന് പറയുന്നത്. 20 ഗുഹകളോളാണ് കേട്ടോ ഇതിലുള്ളത്. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് രൂപം കൊണ്ടതെന്ന് പറയപ്പെടുന്നത്. ചുണ്ണാമ്പ് കല്ലുകളുടെ ഒരു ഗുഹാ സമുച്ചയമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒറാൻ അസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്രക്കാരായ ടെമ്മുവാൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ ഇവിടെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ചൈനീസ് കുടിയേറ്റക്കാർ ഗുവാനോ എന്ന രാസവളം ഇവിടെ നിന്നൊക്കെ ഖനനം ചെയ്തെടുത്തു. പിന്നീടൊക്കെയാണ് കേട്ടോ ഇതൊരു ക്ഷേത്രമായിട്ടൊക്കെ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്. തമിഴിലെ പാത്തുമല എന്നാണ് കേട്ടോ ക്ഷേത്ര സമുച്ചയത്തിനൊക്കെ പറയുന്നത്. തമ്പുസാമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരാളാണ് ഇതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയത് കേട്ടോ. മുരുകന്റെ വേലിനോട് സമാനമായിട്ടുള്ള കവാടം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഒരു മുരുകന്റെ ആരാധനാലയമാക്കിയത്. 1891 ഇതൊരു മുരുക ക്ഷേത്രമായിട്ട് നിലവിൽ വന്നത്. ഇവിടെ ഇത് കൂടാതെ വേറെയും ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. രാമായണ കഥകളിലെ ചിത്രങ്ങളൊക്കെ ചിത്രീകരിച്ച ഗുഹകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതിന് രാമായണ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കഥാപാത്രങ്ങളുടെ ശില്പങ്ങളും ചിത്രങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ. 15 മീറ്റർ ഉയരമുള്ള ഒരു ഹനുമാൻ പ്രതിമയും ഇവിടെ ഉണ്ട്. അത് ഹനുമാൻ ക്ഷേത്രം എന്നായിട്ട് പറയപ്പെടുന്നത്. ഇത് 2001 നവംബറിലാണ് ഇങ്ങനെ ഒരു ക്ഷേത്രമായിട്ട് വന്നത്. ഇവിടെ ഒരു ശിവലിംഗം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. ഇവിടെ തൈപ്പൂയ എന്ന് പറഞ്ഞൊരു സംഭവം ആചരിക്കുന്നുണ്ട്. കാവടിയാട്ടം, അതായത് ഈ ഭക്തരുടെ ബലി വഴിപാട് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ആചാരമാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഒരു വലിയൊരു ഉത്സവം പോലത്തെ സംഭവമാണെന്നാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇവിടെ ഒരുപാട് ഇടുങ്ങിയ പാറക്കൂട്ടങ്ങളും ഇരുള് കുത്തിയിട്ടുള്ള ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വന്ന ഒരു അഡ്വഞ്ചർ വൈബാണ് കേട്ടോ. ഇതുപോലെ വിശ്വാസമുള്ള ആൾക്കാർക്ക് നല്ല ഭക്തിയും തോന്നും കേട്ടോ ഇതിനുള്ളിൽ വന്ന് കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ. ഇന്ത്യൻ കരകൗശല വിദഗ്ധരാണ് കേട്ടോ 2004-2008 കാലഘട്ടത്തിൽ ഇതിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയത്. ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ ആദ്യം മരം കൊണ്ടും പിന്നീട് കോൺക്രീറ്റ് കൊണ്ടും ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. 1940 മുതൽ 2018 ഇടയിലാണ് കേട്ടോ ഇത് നവീകരിച്ച് ഇതിന്റെ സ്റ്റെപ്പുകൾക്കൊക്കെ ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് നിറങ്ങളൊക്കെ ഇവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ഉള്ളത്. ഇതിലൊക്കെ ഓരോരോ വിഗ്രഹങ്ങളും ഓരോ രൂപങ്ങളും ഇവിടെ വിശ്വാസമുള്ള ആൾക്കാർക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാനും അവരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒക്കെ സൗകര്യവും കാര്യങ്ങളും അതിനായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ആ ഏരിയ ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു ടൂറിസ്റ്റ് വൈബില് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദുസൊക്കെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഈ മുരുകൻ സ്റ്റാച്ചു ആണ് കേട്ടോ. 24 ദശലക്ഷം രൂപ ചെലവിട്ടിട്ട് 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 250 ടൺ സ്റ്റീൽ ബാസും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത്. 300 ലിറ്റർ സ്വർണത്തിന്റെ പെയിന്റ് ആണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പെയിന്റ് തായ്ലൻഡിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയില്. ഇത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. 42.7 മീറ്റർ, അതായത് 140 അടിയാണ് കേട്ടോ ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി മേളിലെത്തുമ്പോൾ അവിടുന്ന് നമുക്ക് രാവിലെ നേരത്തെ എത്തുന്ന ആൾക്കാർക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉള്ളത്. അവിടെ ഒരുപാട് പ്രാവുകളും കുറെ കുരങ്ങന്മാരൊക്കെ കേട്ടോ. നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അവിടെയുള്ള പ്രാവിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ചിലരൊക്കെ നേർച്ചയാക്കും അവിടുത്തെ പ്രാവിന് ഫുഡ് കൊടുക്കാനാണ് നേർച്ചയെങ്കിൽ അവിടെ എത്തിയിട്ട് അവിടുന്ന് ഗോതമ്പ് ഇതൊക്കെ വാങ്ങിയിട്ട് ഈ പ്രാവിന് തീറ്റിക്കൂട്ടോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവുകൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് അവിടുന്ന് കുറെ ഫോട്ടോസ് നല്ല അടിപൊളി കുറെ പിക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ ഒരു മലേഷ്യൻ ട്രിപ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് മാത്രമാണ് കേട്ടോ ഇത്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. കഴിവിന്റെ പരമാവധി ഞാൻ ഇൻക്ലൂഡ് ആക്കാം. കാരണം ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ
എടുത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതുണ്ട് ഈ പ്രാവുകളൊക്കെ. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ നല്ല അടിപൊളി പിക്സ് ഒക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ രാവിലെ ടൈമിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഞങ്ങളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ കാരണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബസ്സിൽ ടൈം ആയപ്പോൾ അവിടുന്ന് മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലത്തിനോട് ടാറ്റ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഇതുപോലുള്ള ഓരോ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇനിയും വരും വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കുക.